ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകളിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മെയിനായിട്ടും 3 ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് തേർഡ് വൺ കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് എന്താണെന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ അതിൽ ഒബ്സർവേഷൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. കൂടാതെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓരോ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി 1 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡാണ്, സെക്കൻഡ് വൺ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ എക്സ് എഴുതിയിട്ട് എക്സിൻ്റെ മുകളിലായി ഒരു ചെറിയ വരയും കൂടെ കാണാം. ആ ഒരു സിമ്പലിനെ എക്സ് ബാർ അഥവാ മീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മീനിനെയാണ് ഈ എക്സ് ബാർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് വായിക്കുന്നത് എക്സ് ബാർ എന്നാണ്. ദെൻ സിഗ്മ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ ഒബ്സർവേഷൻസ് അഥവാ വാല്യൂസിനെയാണ് എക്സ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സിഗ്മ അതായത് ഇ എന്ന ലെറ്റർ പോലെ ഇരിക്കുന്ന ഈ സിമ്പലിനെ ടോട്ടൽ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ടോട്ടൽ അതിനെ നമ്മൾ വായിക്കുന്നത് സിഗ്മ എന്നാണ്. എക്സ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസ് അഥവാ വാല്യൂസ് ആണ്. സ്മോൾ ലെറ്റർ എൻ നമ്പർ ഓഫ് വാല്യൂസ് അഥവാ ഒബ്സർവേഷൻസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ നമ്പർ ഓഫ് വാല്യൂസ് അഥവാ ഒബ്സർവേഷൻസ് ആണ് സ്മോൾ ലെറ്റർ എൻ. ഓക്കെ, നമുക്കത് ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കാം. എക്സാമ്പിൾ നോക്കൂ. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഓഫ് ദ ഡെയിലി ഇൻകംസ് ഓഫ് 5 ഫാമിലീസ് ₹10, 90, 85, 103 ആൻഡ് 11. ഓക്കെ, അപ്പോൾ 5 ഫാമിലീൻ്റെ ഡെയിലി ഇൻകം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ടേബിളിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഇൻകമാണ്, 5 ഫാമിലീസിൻ്റെ ഇൻകമാണ്. ഈ ഇൻകമാണ് എക്സ് വാല്യൂസ് അഥവാ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാദ്യം എഴുതിയതിന് ശേഷം അതിൻ്റെ ടോട്ടൽ കാണുക, അതായത് സിഗ്മ എക്സ് കാണുക. സിഗ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ടോട്ടലാണെന്നുള്ളത് പറഞ്ഞിരുന്നു. സോ ആദ്യം സിഗ്മ എക്സ് കാണുക എഴുതിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സിഗ്മ എക്സ് കണ്ടുപിടിച്ചു. അത് 299 ആണ്. അതുപോലെ തന്നെ ഇക്വേഷനിൽ പറഞ്ഞ വേറൊരു ടേമാണ് സ്മോൾ ലെറ്റർ എന്നും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ നമ്പർ ഓഫ് വാല്യൂസ് അഥവാ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഈ 5 ഫാമിലീസിൻ്റെ ഇൻകമാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇൻകമാണ്. ഓക്കെ, എക്സിൻ്റെ നമ്പർ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് എത്രയാണെന്നുള്ളതും എൻ എത്രയാണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അരിത്മെറ്റിക് മീൻ അഥവാ എക്സ് ബാർ എന്ന് പറയുന്നത് 299 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 59.8 എന്ന് കിട്ടും. അപ്പോൾ 5 ഫാമിലിയുടെ ഡെയിലി ഇൻകം ബേസ് ചെയ്തുകൊണ്ടുള്ള അരിത്മെറ്റിക് മീൻ അഥവാ മീൻ എന്ന് പറയുന്നത് 59.8 ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ.
ഇതിൽ എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്, എ എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ് അഥവാ മീനാണ്. ഓക്കെ, സിഗ്മ എന്ന് പറയുന്ന സിമ്പിളിൻ്റെ മീനിങ് ടോട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഡി എന്ന് പറയുന്നത്, ഡി എന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വാല്യൂസ് മൈനസ് അസ്യൂംഡ് ആവറേജ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലെ വാല്യൂ അഥവാ ഒബ്സർവേഷൻ, അതായത് എക്സ് മൈനസ് അസ്യൂംഡ് ആവറേജ്, അതായത് എ, ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ. ഡി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് മൈനസ് എ ചെയ്താൽ മതിയാകും. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടേക്ക് 50 ആസ് അസ്യൂംഡ് ആവറേജ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50 എന്ന് പറയുന്ന നമ്പറാണ്, വാല്യൂ ആണ് അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 50 അസ്യൂംഡ് ആവറേജ് ആയി എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ ടേബിളിലേക്ക് മാറ്റാം. എക്സ് വാല്യൂസ് ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡി വാല്യൂ ആണ്. ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് മൈനസ് എ, അതായത് എക്സ് മൈനസ് 50 എന്ന് വെച്ചാണ്. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും അഥവാ ഓരോ ഒബ്സർവേഷൻ്റെയും ഡി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 45 എന്ന് പറയുന്ന എക്സ് വാല്യൂവിൻ്റെ ഡി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. അതിൽ നിന്നും അസ്യൂംഡ് ആവറേജ് ആയ 45 മൈനസ് 50 ചെയ്യുന്ന സമയത്ത് നമുക്ക് 45 എന്ന് പറയുന്ന എക്സ് വാല്യൂവിൻ്റെ ഡി വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 45 മൈനസ് 50 എന്ന് പറയുന്നത് -5 ആണ്. നെക്സ്റ്റ് വാല്യൂ ആയ 48 മൈനസ് 50 എന്ന് പറയുന്നത് -2 ആണ്. അങ്ങനെ ഓരോ ഒബ്സർവേഷൻ്റെ അഥവാ വാല്യൂസിൻ്റെയും ഡി വാല്യൂ കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട് വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഇവിടെ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുത്തിരിക്കുന്നത് 50 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ ഫസ്റ്റത്തെ 45 ആണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചില സമയത്ത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. സോ 50ന്ന് 45 കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് തെറ്റിപ്പോകും. എപ്പോഴും ഇക്വേഷൻ പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഡി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് എ ആണ്. സോ എക്സ് വാല്യൂവിൽ നിന്നും മാത്രം അസ്യൂംഡ് ആവറേജ് കുറയ്ക്കുക. അപ്പോൾ മൈനസ് സംഖ്യയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സംഖ്യയോ നമുക്ക് ആൻസറായിട്ട് കിട്ടാം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൻ്റെയൊക്കെ ഡി വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഡി വാല്യൂയുടെ ടോട്ടൽ കണ്ടെത്തുക, അതായത് സിഗ്മ ഡി കണ്ടെത്തുക. ഇവിടെ സിഗ്മ ഡി കണ്ടെത്തിയിട്ടുണ്ട്, അത് 5 ആണ്. ഓക്കെ, ഇനി അത് ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സിഗ്മ ഡി 5 ആണെന്ന് കണ്ടെത്തി, അസ്യൂംഡ് ആവറേജ് 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 51 ആൻസറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്മെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അടുത്ത സീരീസായ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ 3 മെത്തേഡുകളിലായിട്ടാണ് അരിത്മെറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡാണ്, സെക്കൻഡ് വൺ ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് തേർഡ് വൺ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ മീൻ കണ്ടെത്തുന്നുള്ളത് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ fx ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെയും എക്സ് എന്ന് പറയുന്നത് വാല്യൂസിനെയും ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയെയുമാണ് സൂചിപ്പിക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഒരു പ്രോബ്ലത്തിലൂടെ ഇത് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. തന്നിരിക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് മീൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാല്യൂസിന് ആദ്യം നമ്മൾ ടേബിൾ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാല്യൂസ് ഒബ്സർവേഷൻസ് അഥവാ വാല്യൂസ് അത് എക്സ് ആണ്. ഫ്രീക്വൻസിയും അതിൻ്റെ വാല്യൂസിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയും എഴുതിയിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ പറഞ്ഞ പ്രകാരമുള്ള എഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. എഫ് എക്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും വാല്യൂവും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ഉത്തരമാണ് എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും എഫ് എക്സ് കണ്ടെത്തുക. ഓക്കെ, വാല്യൂസ് ഇൻറ്റു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻറ്റു വാല്യൂ ആണ് എഫ് എക്സ് എന്ന് പറയുന്നത്. ഓരോ വാല്യൂസിൻ്റെയും ഫ്രീക്വൻസിയും കണ്ടെത്തിയതിന് ശേഷം ഫ്രീക്വൻസിയുടെ ടോട്ടലും എഫ് എക്സിൻ്റെ ടോട്ടലും, അതായത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലും എഫ് എക്സ് സിഗ്മ എഫ് എക്സ് ടോട്ടൽ എഫ് എക്സും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്താവുന്നതാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ബേസ് ചെയ്തിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 50.4 എന്നാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലാണ്. നെക്സ്റ്റ് ആണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ മീൻ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അസ്യൂംഡ് ആവറേജ് ആണ്. എഫ് ഫ്രീക്വൻസി, ഡി എന്ന് പറയുന്നത് വാല്യൂ മൈനസ് അസ്യൂംഡ് ആവറേജ്, അതായത് എക്സ് മൈനസ് എ. ഇനി ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, നേരത്തെ തന്ന അതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് ഡയറക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ടേബിളാക്കി മാറ്റിയിട്ടുണ്ട്. വാല്യൂസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്രീക്വൻസിയും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വാല്യൂ ആണ്. ഡി വാല്യൂ കണ്ടുപിടിക്കുന്നത് വാല്യൂ മൈനസ് അസ്യൂംഡ് ആവറേജ് ആണ്. ഇവിടെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് 35 ആണ് എടുത്തിരിക്കുന്നത്. എ ഈക്വൽ ടു 35. ഓക്കെ, അപ്പോൾ ഡി വാല്യൂ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് മൈനസ് 35 ചെയ്താൽ മതിയാകും. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും ഡി വാല്യൂ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ എക്സ് വാല്യൂ, അതായത് 5ൻ്റെ ഡി വാല്യൂ എന്ന് പറയുന്നത് 5 മൈനസ് 35 ആണ്. 5 മൈനസ് 35 ഈക്വൽ ടു -30. അതാണ് ഫസ്റ്റ് വാല്യൂ ആയ 5ൻ്റെ ഡി വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വാല്യൂവിൻ്റെയും ഡി വാല്യൂ കണ്ടുപിടിക്കുക. ശേഷം ഫ്രീക്വൻസിയുടെ ടോട്ടൽ കണ്ടെത്തുക. ദെൻ ഇക്വേഷനിൽ പറഞ്ഞതുപോലെ എഫ് ഡി നമ്മൾ കാണണം. അതായത് ഫ്രീക്വൻസിയും ഡി വാല്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഓരോ വാല്യൂസിൻ്റെയും ഫ്രീക്വൻസിയും ഡി വാല്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്ത് കിട്ടിയ ആൻസർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതും ടോട്ടലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എൻ അഥവാ സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 250 ആണ്. അതുപോലെ തന്നെ സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് 3850 ആണ്. ഓക്കെ, അതും നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തുക. ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ് ആണ്. സോ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 50.4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ തേർഡ് മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലെ മീൻ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷനാണ് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഇൻറ്റു ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി.
അതായത് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഇവിടെ ഡിയുടെ മുകളിലായി വലതുവശത്ത് മുകളിലായി ചെറിയൊരു വര പോലെ കാണാം. അതിനെ ഡാഷ് എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ അഥവാ ആവറേജ് ആണ്. ഇതിൽ ഡി ഡാഷ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് അതായത് വാല്യൂസ്, എക്സ് മൈനസ് എ അസ്യൂംഡ് ആവറേജ്. വാല്യൂസിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്തതിന് ശേഷം സി അതായത് കോമൺ ഡിഫറൻസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഡാഷ് കിട്ടും. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിലൂടെ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം എക്സാമ്പിൾ 5 ശ്രദ്ധിക്കൂ. തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയെ ആദ്യം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് അഥവാ സി എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഇവിടെ വാല്യൂസ് അഥവാ എക്സ് ശ്രദ്ധിക്കൂ. 5, 15, 25, 35, 45, 55, 65, 75 എന്നാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ 5ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 15ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. 25ഉം 35ഉം തമ്മിലുള്ള ഡിഫറൻസും 10 ആണ്. അങ്ങനെ 75 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 10 ആണ്. ഓക്കെ, അങ്ങനെ വാല്യൂസിൻ്റെ അടുത്തടുത്ത് വരുന്ന രണ്ട് വാല്യൂസുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അത് തന്നിരിക്കുന്ന വാല്യൂസിന് മുഴുവനായിട്ടും സെയിം ഡിഫറൻസ് ആണെങ്കിൽ അതാണ് കോമൺ ഡിഫറൻസ് അഥവാ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്ന സമയത്ത് വാല്യൂസിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്തതിന് ശേഷം ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ഡാഷ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് തന്ന ഈ ഡാറ്റയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് അതേപോലെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയും എഴുതിയിട്ടുണ്ട്, ഡി ഡാഷ്. ഓക്കെ, പറഞ്ഞതുപോലെ ഡി ഡാഷും കണ്ടെത്തിയിട്ടുണ്ട്. ശേഷം ഇക്വേഷൻ ഉള്ളതുപോലെ എഫ് ഡി ഡാഷാണ് നമുക്ക് അടുത്തത് കണ്ടെത്തേണ്ടത്. എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും ഡി ഡാഷും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫ്രീക്വൻസിയുടെ ടോട്ടലും എഫ് ഡി ഡാഷ് കണ്ടുപിടിച്ചതിന് ശേഷം എഫ് ഡി ഡാഷിൻ്റെ ടോട്ടലും കണ്ടെത്തുക. ശേഷം അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ആൻസർ എന്ന് പറയുന്നത് 50.4 ആണ്. ഓക്കെ, നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ വാല്യൂസ് തമ്മിലൊരു കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടൂ. ഓക്കെ, അടുത്ത നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ എക്സ്ക്ലൂസീവ് ടൈപ്പായിട്ടുള്ള ഡാറ്റയും ഇൻക്ലൂസീവ് ടൈപ്പായിട്ടുള്ള ഡാറ്റയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എക്സ്ക്ലൂസീവ് ടൈപ്പ് ഡാറ്റ എന്താണ്, ഇൻക്ലൂസീവ് ടൈപ്പ് ഡാറ്റ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. എക്സ്ക്ലൂസീവ് ടൈപ്പ് ഡാറ്റ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയിലെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അപ്പർ ലിമിറ്റിലെ ഐറ്റം ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഇനി ഇൻക്ലൂസീവ് ടൈപ്പ് ഡാറ്റയാകുന്ന സമയത്ത് ഒരു ക്ലാസ് ഇൻ്റർവെല്ലിലെ അപ്പർ ലിമിറ്റിലെ ഐറ്റം ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് ഇൻക്ലൂസീവ് ഡാറ്റ അഥവാ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ എക്സാമ്പിൾ 6 ഏജ് എന്ന് പറഞ്ഞ ഇതിൽ ശ്രദ്ധിക്കുക, അതിൽ 0 to 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 0 എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ്, 10 എന്ന് പറയുന്നതാണ് അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ടൈപ്പ് ഡാറ്റയാണെങ്കിൽ ഈ അപ്പർ ലിമിറ്റായ അതായത് 10 എന്ന് പറയുന്ന ഐറ്റം ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അത്തരത്തിലുള്ള ടൈപ്പിനെയാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ
10 ആണല്ലോ അപ്പർ ലിമിറ്റ്. ആ അപ്പർ ലിമിറ്റിലെ ഐറ്റം 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പിനെയാണ് ഇൻക്ലൂസീവ് ടൈപ്പ് അഥവാ ഇൻക്ലൂസീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസീവ് എന്താണെന്നും ഇൻക്ലൂസീവ് എന്താണെന്നുള്ളതും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് സീരീസിൽ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, ദെൻ സെക്കൻഡ് വൺ ഷോർട്ട് കട്ട് മെത്തേഡ്, തേർഡ് വൺ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇതിൽ എഫ് എന്താണെന്നുള്ളത് ആദ്യമേ അറിയാം, ഫ്രീക്വൻസി ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണെന്നുള്ളതും അറിയാം. ഇതിൽ എം എന്ന് പറയുന്നത് മിഡ് വാല്യൂ ആണ്, അതായത് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ലിമിറ്റിൽ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ 0 + 10 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുപോലെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് വാല്യൂ കണ്ടെത്തണം. ഓക്കെ, അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഡാറ്റ ബേസ് ചെയ്തിട്ട് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. തന്നിരിക്കുന്ന ഡാറ്റയെ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ അഥവാ ഏജ് ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള ഫ്രീക്വൻസിയും എഴുതിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് വാല്യൂ അഥവാ എം കണ്ടുപിടിച്ചിട്ടുണ്ട്. മിഡ് വാല്യൂ കണ്ടെത്തുന്നത് ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും ആ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് വാല്യൂയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ പറഞ്ഞതുപോലെയുള്ള എഫ് എം ആണ് കണ്ടെത്തേണ്ടത്, അതായത് ഫ്രീക്വൻസി മിഡ് വാല്യൂവും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അങ്ങനെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഫ്രീക്വൻസിയും മിഡ് വാല്യൂവും തമ്മിൽ ഇൻറ്റു ചെയ്തതിൻ്റെ ടോട്ടലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നും കണ്ടെത്തിയതിന് ശേഷം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടെത്താവുന്നതാണ്. ദെൻ സെക്കൻഡ് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ്. ഓക്കെ, ഇതിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത അതേ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് മീൻ കണ്ടുപിടിച്ചിരുന്നു. ഏകദേശം സെയിം അതേ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂസ് സീരീസിലും ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് മീൻ കണ്ടെത്തുന്നത്. ഓക്കെ, ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഡാറ്റ തന്നെയാണ് ഇതിലും പ്രോബ്ലമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡാറ്റ വെച്ച് ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെ മീൻ കണ്ടെത്താമെന്നുള്ളത് നോക്കാം. ഇതിൽ ഏജും എഴുതിയിട്ടുണ്ട്, ഫ്രീക്വൻസിയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, മിഡ് വാല്യൂയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഡി വാല്യൂ എന്ന് പറയുന്നത് m - 35 ആണ്. അതായത് ഡി വാല്യൂ എന്ന് പറയുന്നത് മിഡ് വാല്യൂ മൈനസ് അസ്യൂംഡ് ആവറേജ്. ഓക്കെ, മിഡ് വാല്യൂ മൈനസ് അസ്യൂംഡ് ആവറേജ്. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഡി വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് അസ്യൂംഡ് ആവറേജ് ആയിരുന്നു, വാല്യൂസ് മൈനസ് അസ്യൂംഡ് ആവറേജ് ആയിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് സീരീസിൽ വരുമ്പോൾ ഡി വാല്യൂ എന്ന് പറയുന്നത് മിഡ് വാല്യൂ മൈനസ് അസ്യൂംഡ് ആവറേജ് ആണ്. അങ്ങനെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും മിഡ് വാല്യൂവിൽ നിന്നും അസ്യൂംഡ് ആവറേജ് കുറച്ചതിന് ശേഷം ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഡി വാല്യൂ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് 35 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡി വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. ശേഷം എഫ് ഡി സിഗ്മ എഫ് ഡിയും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, സിഗ്മ എഫ് ഡി 10070 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 623 ആണ്. ഇനി അത് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം
ആൻസർ കണ്ടെത്താവുന്നതാണ്. നെക്സ്റ്റ് തേർഡ് മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അതിൽ മീൻ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, എൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ്, സി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, ഡി ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡി ഡാഷ് കണ്ടുപിടിക്കുന്നത് മിഡ് വാല്യൂവിൽ നിന്നും അസ്യൂംഡ് ആവറേജ് കുറച്ചതിനു ശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലെ സ്റ്റെപ്പ് ഡീവിയേഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് സീരീസിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലേക്ക് വരുമ്പോൾ ഡി ഡാഷ് കണ്ടുപിടിക്കുന്നത് ഡി ഡാഷ് ഈക്വൽ ടു എം മൈനസ് എ ഡിവൈഡഡ് ബൈ സി ആണ്. ഇവിടെ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് 35 ആണ് എടുത്തിരിക്കുന്നത്. സോ ഡി ഡാഷ് എന്ന് പറയുന്നത് എം മൈനസ് 35 ഡിവൈഡഡ് ബൈ സി ആണ്. ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആയി വരുന്നത് 10 ആണ്. അതായത് ഏജ് എന്ന് പറഞ്ഞ കോളത്തിൽ ശ്രദ്ധിക്കൂ. 0 to 10 എന്ന് പറയുമ്പോൾ അതിലെ ഡിഫറൻസ് 10 ആണ്. 10 to 20 ഡിഫറൻസ് 10 ആണ്. അങ്ങനെ 70 to 80 വരെയുള്ള ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിലെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിലെയും കോമൺ ഡിഫറൻസ് 10 ആണ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെയും ഡി ഡാഷും കണ്ടുപിടിച്ചതിന് ശേഷം എഫ് ഡി ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു ഡി ഡാഷ് ആണ്. ശേഷം ഫ്രീക്വൻസിയുടെ ടോട്ടലും എഫ് ഡി ഡാഷിൻ്റെ ടോട്ടലും കണ്ടെത്തി. ഇനി അത് കറക്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്.